അച്ചായൻ കുക്കിംഗ് ചാറ്റ്സ് ബിനുവാണ്. നിങ്ങളെല്ലാം എന്നെ ഫോളോ ചെയ്യുന്നതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കന്യാകുമാരി ചാടിയിരിക്കുമോ, എന്തൊരു ചൂടെന്നറിയോ. വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ പുതിയൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് സത്യം പറഞ്ഞാൽ. ഇവർ ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സ്വാമി വിവേകാനന്ദാണ് ഇവിടെ ബിൽഡ് ഓൺ എ റോക്ക്. നമ്മളിത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദനെ ഓണർ ചെയ്യാനായിട്ട് റോക്ക് ഉണ്ടാക്കിയതാണ്. റോക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കൺസ്ട്രക്ഷനൊക്കെ അവിടെ നടന്നിരിക്കുന്നു. ഇവിടെ വെച്ചാണ് അദ്ദേഹം മെഡിറ്റേഷൻ അറ്റൈൻഡ് എൻറ്റൈറ്റിൽമെൻറ്റ് എന്നൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററി പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നറിയോ? ഓൾമോസ്റ്റ് 500 മീറ്റേഴ്സ് ഓഫ് ദ മെയിൻ ലാൻഡ് ഓഫ് കന്യാകുമാരി. ഇത് ഭയങ്കര രസമാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടും ബിൽഡിങ്ങും കാര്യങ്ങളും നമ്മളൊരു രസകരമായിട്ടൊരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്ന പറഞ്ഞാൽ അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യനും ചേരുന്ന സ്ഥലമെന്ന് പറയുന്നത്. ഓക്കെ, ഈ 1892 നമ്മൾ നമ്മുടെ വിവേകാനന്ദ സ്വാമി ഇവിടെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ് കാരണം വെച്ചാൽ എന്ത് തിക്കും തിരക്കാണെന്നറിയോ. ഞങ്ങൾ ചെന്നുപെട്ടത് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച ഇവിടുത്തെ തിരക്ക് എല്ലാ ദിവസവും ഇങ്ങനെയാണെന്നാണ് പറയണത്. ആണോന്നും അറിയില്ല, ചിലർ ആണെന്ന് പറയുന്നത്. അല്ലാത്ത ദിവസം എന്തായാലും വെള്ളി ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ വന്നു, ക്യൂവിലൊക്കെ നിന്നു, കാര്യങ്ങളൊക്കെ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ഫെറിയിലാണ്. ടിക്കറ്റിൻ്റെ റേറ്റ്സ് എന്ന് പറയുന്നത് 20 രൂപയാണ്. പിന്നെ ഫെറി ടു റോക്സ് ടു മെയിൻലാൻഡ് ആൻഡ് മിൽമ 50 റുപ്പീസ് പേഴ്സൺ. ഓക്കെ, എൻട്രി ഫ്രീ ഉണ്ട്. വിവേകാനന്ദയിൽ എൻട്രി ഫ്രീ ആണ്, അത് 20 രൂപയാണ്. ചാർജസ് ടു ഫെറി ടു ദ റോക്സ് ഫ്രം ദ മെയിൻലാൻഡ് മിനിമം ₹50 പെർ പേഴ്സൺ. പക്ഷേ നിങ്ങൾക്ക് ക്യൂ ഒക്കെ അവോയ്ഡ് ചെയ്ത് ഫെറിയിൽ പെട്ടെന്ന് കയറി പോവുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടിക്കറ്റ് മേടിക്കാം, 200 റുപ്പീസ്. ദർ ഇസ് നോ വെയിറ്റിംഗ് ടൈം. ഓപ്പണിംഗ് ടൈം എപ്പോഴാണെന്ന് അറിയാം? വിവേകാനന്ദ റോക്കും 8 മണിക്ക് മോർണിംഗ്, 4 ഈവനിങ്. ഓക്കെ, നമ്മൾ വിവേകാനന്ദ റോക്കിലെത്താൻ വലിയ ഡിഫിക്കൽട്ട് അല്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ഐലൻഡ് പോലാണ്. അപ്പം സർവീസ് ഈ ഫെറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. മിനിമം ഓരോ മണിക്കൂർ വെച്ച് ഓടുന്നുണ്ട്. അപ്പം പിന്നെ ഇതിനകത്ത് തന്നെ സെയിൻറ്റ് തിരുവല്ലൂർ സ്റ്റാച്യു ഡെഡിക്കേറ്റഡ് ടു ദ ഗ്രേറ്റ് തമിഴ് പോയിറ്റ് സെയിൻറ്റ് തിരുവല്ലൂർ ഇസ് ഓൾസോ ലൊക്കേറ്റഡ് നിയർ ബൈ. Ferry service to Vivekananda Memorial stops for a while at Tiruvallur statue, and tourists often come to visit both places during their Kanyakumari tour. അതുകൊണ്ടൊന്ന് ഓർത്തിരിക്കുക. പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഇത് കന്യാകുമാരി ടൂർ പാക്കേജ് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഓക്കെ, ദറ്റ് ഈസ് വെരി ഗുഡ് ആൻഡ് എൻജോയ് യുവർ ട്രിപ്പ് ആൻഡ് നൈസ്ലി ഡൺ എന്നേ ഞാൻ പറയുള്ളൂ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ലെറ്റ് TTDC do a great job and invite a lot of people from all other places and make this place very approachable and entertaining and hospitable. Thank you. ഞാൻ ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ് കേട്ടോ. നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോക്സ് ഇട്ടിട്ടാണ് അതിനകത്ത് പോയത്. ഒരു രസകരമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നടപ്പ്. അങ്ങോട്ടേക്ക് നമുക്ക് കാണാം അടിയിലൂടെ കടൽ. എന്ത് രസമായിട്ട് അത് ചെയ്ത്. ബ്രില്യൻ്റ് ഐഡിയ. ആ ഗ്ലാസ് ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഗ്ലാസ് ഇട്ടേക്കുന്നത്. അടിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീ കാണാം. ആൾക്കാർ നടക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ നടക്കുന്നു. അവിടെയും ആക്ച്വലി അവിടെയുള്ള സെക്യൂരിറ്റിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് പേർക്ക് അതിനകത്ത് ലൈനായിട്ട് നടക്കാൻ പറ്റുള്ളൂ, ഒരുപാട് പേര് ഓടരുത്, ഇരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പലരും കേൾക്കുന്നില്ല. അത് സെക്യൂരിറ്റി ആയിട്ട് വഴക്കുണ്ടാക്കുന്നു. കണ്ടോ, ഞാൻ നടക്കുന്ന ഒരു കാഴ്ച കണ്ടോ? എൻ്റെ മുന്നിലുള്ള ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ എന്ത് രസമാണ്. ഞങ്ങളൊക്കെ സോക്സ് ഇട്ട് നടക്കുന്ന അടിയിൽ കൂടെ കടലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്ത് രസമായിരിക്കും അല്ലേ. ബ്രില്യൻ്റ് ഐഡിയ. ഇതിപ്പം ഇവിടെ ചെയ്ത ആൾക്കാരും എൻജിനീയേഴ്സും ഒക്കെ നല്ലൊരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ഇന്ത്യക്ക് മഹത്വമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഞാൻ പറയും. ഓക്കെ, അതുപോലെ തന്നെ വളരെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് കാണുമ്പോഴേ ഈ തമിഴ്നാട് ഗവൺമെൻറ് ഇത്രത്തോളം അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആൾക്കാരെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, എന്തുകൊണ്ട് നമുക്കും അത് ചെയ്തുകൂടാ? എന്തുകൊണ്ട് വരുമാനം കേരളം അനധികൃതമായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. ഇത്രയും പേർക്ക് ഇത് ജോലി കിട്ടാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ ടൂറിസം മിനിസ്റ്ററായ സുരേഷ് ഗോപി സാറൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ ഇതൊന്ന് എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ചെയ്തത് റവന്യൂ മേക്കിംഗ് ആക്കി എത്ര പേർക്ക് ഇവിടെ ജോലി ലഭിക്കുന്നെന്നാണ്. അവരൊക്കെ സന്തുഷ്ടരാണ്. അവരൊക്കെ ഒരു അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. മിനിറ്റ് ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് പോകുന്നു. എവറിത്തിങ് ഈസ് ഡൺ. ഇനി തുടക്കമായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, കാലക്രമേണ അത് പഴയതുപോലെ ആവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആവില്ലേ എന്ന് ഞാൻ ആശ്വസിച്ചുകൊണ്ട്
ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഈ പലയിടത്തു നിന്നും തമിഴ്നാടിൻ്റെയും വേലൂർ മാത്തവ് രാമകൃഷ്ണ മിഷൻ്റെ എല്ലാം ഒരു ബ്ലെൻഡാണ് ആർക്കിടെക്ചറൈസ്. അത് ബംഗാളിൽ നിന്നുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ വിവേകാനന്ദ മണ്ഡപമുണ്ട്, ശ്രീപദ മണ്ഡപമുണ്ട്, പിന്നെ ഒരു ധ്യാന മണ്ഡപമുണ്ട്. അതവിടെയാണ് മെഡിറ്റേഷൻ ഹാൾ ഈസ് അറ്റാച്ച്ഡ് മെമ്മോറിയൽ ഫോർ വിസിറ്റേഴ്സ് ടു മെഡിറ്റേറ്റ്. നമുക്ക് ഫെറിയിലൂടെ മാത്രമേ പോകുള്ളൂ. ഫെറിയിൽ പോകുന്നത് ഭയങ്കര രസമായിട്ടാണ് ഫെറിയിൽ. പക്ഷേ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, ആൾക്കാർ ഇരുത്തി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഈ വെസ്റ്റേണേഴ്സ് ഇന്ത്യൻസുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. വെസ്റ്റേണേഴ്സിനോട് ലൈഫ് ജാക്കറ്റ് ഇടാൻ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇടും, നമ്മളോട് ഇടാൻ പറഞ്ഞാൽ ഇടത്തില്ല. പിന്നെ ആൾക്കാരെടുത്ത ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിന്ന് യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിന്നേ യാത്ര ചെയ്യുള്ളൂ. ഇതൊക്കെ നമുക്കൊന്ന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സൂക്ഷിക്കണ്ടേ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. സം ഇൻസ്ട്രക്ഷൻ, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോയും വീഡിയോ ഒന്നും ഇടുന്നില്ല. അതിനകത്ത് വീഡിയോ പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ അത് ആൾക്കാർ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ബോട്ടിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയാൽ നമ്മളെല്ലാം ഉത്തരവാദിയും. പക്ഷേ ആ ബോട്ടിനായിട്ട് നല്ല രസമാണ്. 4 പാടും കടലും ഒക്കെ താണ്ടി നമ്മൾ അവിടെ എത്തുന്നു. അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെ രസം. വളരെ മനോഹരമാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് അധികം ദൂരമില്ല. നമുക്ക് ട്രെയിനിൽ വരാം, ബസ്സിൽ വരാം, കാറിലും വരാം. എല്ലാവരും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിപ്പെടാവുന്ന സ്ഥലമാണ്. രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തൊട്ടാണ് വൈകുന്നേരം 6 മണി വരെ ബോട്ട് സർവീസിൽ എടുക്കാം. ടിക്കറ്റ് റേറ്റ്സ് 300 രൂപയാണെങ്കിൽ സ്പെഷ്യലായിട്ട് ക്യൂ ഒന്നും നിൽക്കാതെ നമുക്ക് അകത്ത് കയറാം. പിന്നെ 30 രൂപയാണെന്ന് തോന്നുന്നു ടിക്കറ്റ്സിൻ്റെ റേറ്റ്സ്. ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു എപ്പിസോഡുമായിട്ട് വന്നതിന് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക. എപ്പോഴും ഞാൻ പറയുന്നത് ഇച്ചിരി സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഇട്ട് കമൻസ് ഒക്കെ ഇട്ടാലേ നമ്മളുള്ള ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. എൻ്റെ കൂടെ സഹകരിക്കുന്നവർക്കൊക്കെ നന്ദി. അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചോടെ ഞാൻ നിർത്തുന്നു. ഹാപ്പി വിഷു ടു ഓൾ.